എടോ, താൻ പറയുന്നത് കേട്ടാൽ മതി, പറയുന്നതനുസരിക്ക്. പറയുന്നതനുസരിക്കാൻ ആരാണെന്നോ? ഞാൻ മായാവി. ആ ശ്രാങ്ക് എവിടെയുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ഫോണിൻ്റെ ചൂട്ടിലെത്താൻ പറയണം. പറഞ്ഞില്ലെങ്കിൽ നിന്റെ മൂക്ക് ചെത്തി ഞാൻ ഉപ്പിലിട്ട് വയ്ക്കും. മായാവിയാണ് പറയുന്നത്. എത്തിയോ? കൊടുക്ക്. എടാ തവളപ്പിഴുക്കാടി, എപ്പോഴാടാ ഞാൻ നിന്റെ ശിഷ്യനായത്? എന്നാടാ നീ എന്നെ കണ്ടിട്ടുള്ളത്? എടാ നിന്റെ നട്ടല്ലൂടി ഞാൻ പിച്ചാത്തി പിടിക്ക് ഉപയോഗപ്പെടുത്തോടാ. എടാ നിനക്ക് മായാവിയുടെ ആശാനാകണമല്ലേ? ആ ശരി ശരി, നീ ഇതുവരെയ്ക്കും പറഞ്ഞു നടന്നല്ലേ? ശരി, അത്രയും അങ്ങ് അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ പറയുന്നത് അതുപോലെ അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ നീ പിന്നെ വീട്ടിൽ കിടന്നുറങ്ങില്ല. അതെ, പറയാനുള്ളത് ഞാൻ പറയാൻ പോകുന്നു. ആദ്യം നീ ചെയ്യേണ്ടത്, നിൻ്റെ കയ്യക്ഷരമൊക്കെ നല്ല കയ്യക്ഷരമാണല്ലോ. ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യണം. എല്ലാം എഴുതി വെച്ചോ. നമ്മുടെ ഈ അവർക്ക് കൊടുക്കാനുള്ളതാണ്. നമ്മുടെ അവലൂസുണ്ട കോർപ്പറേഷനെ അറിയാലോ. അവരുടെ ശമ്പളം ഒന്ന് വർദ്ധിപ്പിക്കുവാൻ ഫയലൊന്ന് എഴുതി വയ്ക്കണം. അവർക്ക് മാസം ഒരു 5 ലക്ഷം രൂപ അവർക്ക് നമുക്ക് ഇത് കൊടുക്കണം. അടുത്ത് ഇനിയുമുണ്ട് കാര്യങ്ങൾ. ഇനി നീ ചെയ്യേണ്ടത്, കുറേ സമരക്കാരവിടെ ഇരിക്കുന്നില്ലേ? അതെ അതെ അതെ, അവരെ അങ്ങ് അടിച്ചോട്ടിര്. അടിച്ചോട്ടിക്കുമ്പോൾ വേണമെങ്കിൽ നീ 4 ചവിട്ട് കൊടുത്തോ, വിഷയമൊന്നുമില്ല. അതാണ് നമ്മുടെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്നത് വെടിപ്പായും നീറ്റായും ചെയ്യണം. ചെയ്യാലോ. ഈ മായാവിയെ വരുത്തിക്കരുത്. വരുത്തിച്ചാൽ മോശമാണ്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യണം.